ഞാനിത് വളരെ വിശദമായി പറയുമ്പോൾ സമയക്കുറവുണ്ടെങ്കിലും ഞാൻ തെളിവുകൾ കാണിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ബഹുമാനപ്പെട്ട നദ്വി സാഹിബിനെ സ്വീകരിക്കാൻ മഹാനാകുന്ന ശംസുലമ പുറപ്പെട്ടു എന്നുള്ളത് അത് വലിയ ഒരു തെറ്റായിട്ട് അവർ പ്രചരിപ്പിച്ചു എന്നല്ല, അതൊരു ബിദഈ ബന്ധത്തിന്റെ സാഹചര്യമായിട്ട് മഹാനാകുന്ന ശംസുലമയുടെ പേരിൽ ആരോപിച്ചു. ആ ആരോപണമാണ് നേരത്തെ പി അബൂബക്കർ മല്ലി പറഞ്ഞ ബിദഈ ബന്ധം എന്ന് പറഞ്ഞത്. എന്നിട്ട് ബഹുമാനപ്പെട്ട നദ്വി സാഹിബിന്റെ കൂടെ മുതലക്കുളം മൈതാനിൽ ഇരുന്നു എന്നൊക്കെ പറയുന്നു. ആ പറയുന്ന സാഹചര്യം നിങ്ങളൊന്ന് പഠിച്ചല്ലോ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ശംസുലമ മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിൽ പോയത്. ഇന്ന് കാരന്തൂർ മർക്കസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ആരാ മർക്കസിൽ ഇന്നത്തെ പ്രസിഡന്റ്? സയ്യിദ് ഫസൽ പൂക്കോയത്തങ്ങളും നദ്വി സാഹിബും ശംസുലമയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ ആണല്ലോ നാം എല്ലാവരും കണ്ടത്. ഈ മഹാനാകുന്ന ശൈഖുനാ ശംസുലമ അക്കാലത്ത് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ നേതൃസ്ഥാനത്ത് എല്ലാവരും അറിയപ്പെടുന്ന പണ്ഡിതൻ എന്ന നിലക്ക് ബഹുമാനപ്പെട്ട നദ്വി സാഹിബിന്റെ കൂടെ വേദി പങ്കിട്ടു. ആ വേദിയിൽ ശംസുലമ പ്രസംഗിക്കുന്നു. നിങ്ങൾ ആലോചിച്ചോ, നദ്വി സാഹിബുണ്ട്, അതുപോലെ സയ്യിദ് ഫസൽ പൂക്കോയത്തങ്ങൾ, AP അബൂബക്കർ മൗലവിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന കാരന്തൂർ മർക്കസിന്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഈ പ്രസിഡന്റ് പോയത് കുഴപ്പമാണ് എന്ന് പറഞ്ഞില്ല, എന്നാൽ ശംസുലമ പോയത് കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. സിറാജ് പത്രത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇത് സിറാജ് പത്രമല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ബിദഈ കക്ഷികൾക്കും വേദി പങ്കിട്ടു. മാത്രമല്ല അന്നത്തെ ജനറൽ സെക്രട്ടറി EK അബൂബക്കർ മുസ്ലിയാർ അതിലെ അസുന്നികളായ പ്രസംഗരെ സ്വീകരിക്കാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്ന് പറഞ്ഞിട്ട് മഹാന്മാരാകുന്ന ഉലമായിനെ ബിദഈകളുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു. നിങ്ങൾ ആലോചിക്കുക, ഇതാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയ ചിത്രം. റെയിൽവേ സ്റ്റേഷനിൽ മഹാനാകുന്ന ശംസുൽ ഉലമയുടെയും നദ്വി സാഹിബിന്റെയും ഇടയിൽ നിൽക്കുന്നത്, മധ്യത്തിൽ നിൽക്കുന്നത് സയ്യിദ് ഫസൽ പൂക്കോയത്തങ്ങളാണ്. എന്നിട്ട് ഈ പോയതിനെയാണ് സിറാജ് ദിനപത്രം തന്നെ വളരെ വിശദമായി എതിർത്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ഫസൽ പൂക്കോയത്തങ്ങൾ പോയത് എതിർക്കാതെ പോയി, ശംസുലമയെ മാത്രം എന്തുകൊണ്ട് എതിർത്തു? നിങ്ങൾ ആലോചിക്കണം, വെറുതെയല്ല. 1986 സമ്മേളനം, സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനം, ഇന്നത്തെ പോലെ വിശാലമായ പബ്ലിസിറ്റി സംവിധാനം അന്നില്ല. വലിയ കവറേജ് നൽകാൻ പറ്റിയ പത്രമാധ്യമങ്ങൾ അന്ന് വ്യാപകമായിട്ടില്ല, ചാനലുകൾ അന്ന് വിശാലമായിട്ടില്ല. ആ കാലത്ത് പോലും 15 ലക്ഷത്തോളം വരുന്ന മുസ്ലിമീങ്ങളെ കോഴിക്കോട് കടപ്പുറത്ത് ഒരുമിച്ച് കൂട്ടിയല്ലോ. ആ ഒരുമിച്ച് കൂട്ടിയ സമ്മേളനവും ആ സമ്മേളനത്തിൽ ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ചതാരായിരുന്നു? ശൈഖുനാ ശംസുലമയല്ലേ. ശംസുലമയുടെ നീണ്ട ഉദ്ഘാടന പ്രഭാഷണം രാഷ്ട്രീയക്കാർക്ക്, ഭരണാധികാരികൾക്ക്, പൊതുജനങ്ങൾക്ക്, മഹല്ല് ഭാരവാഹികൾക്ക്, പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും പഠിക്കാനും പകർത്താനും പറ്റിയ, സമസ്തയുടെ നയം വ്യക്തമാക്കുന്ന, ആത്മീയത നിലനിച്ചു നിൽക്കുന്ന വലിയ ഒരു പ്രഭാഷണം. ആ പ്രഭാഷണത്തിനു ശേഷം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ അതിന് അർഹനല്ല എന്ന് താഴ്മയുടെ പര്യായമാകുന്ന ശംസുലമ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയുമ്പോ മഹാനാകുന്ന ശൈഖുനാ ശംസുലമയുടെ ആ വിരലൊന്ന് പൊങ്ങിയപ്പോഴേക്ക് 15 ലക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ എഴുന്നേറ്റുന്നല്ലോ. എന്നിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന മുഅ്മിനീങ്ങളെ മുഴുവനും അവരുടെ നാവ് കൊണ്ട് മഹാനാകുന്ന ശൈഖുന പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ചൊല്ലൂ മക്കളെ. തൗഹീദിന്റെ കലിമത്ത് ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ മതേതരത്വ ഭൂമിയിൽ നാം പ്രവർത്തിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമുക്ക് ഇവിടെ അവകാശമുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ചൊല്ലൂ മക്കളെ. മരണപ്പെട്ടു പോയ മശായിഖുമാരുടെ, പ്രിയപ്പെട്ട ഉമറാക്കളുടെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ, മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളെ മഹത്തുക്കളാകുന്ന അവരുടെ ഹദ്റത്തിലേക്ക് അങ്ങനെ 15 ലക്ഷത്തോളം വരുന്ന മുസ്ലിമീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശംസുൽ ഉലമയോടൊപ്പം കോഴിക്കോട് നഗരത്തിൽ വെച്ച് ചൊല്ലിയല്ലോ. 33 പൂർത്തിയായപ്പോൾ ശൈഖുന പറഞ്ഞു, മുഅ്മിനീങ്ങളെ നാവ് കൊണ്ട് ചൊല്ലിയ തഹ്ലീൽ കൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് ശൈഖുന പറഞ്ഞല്ലോ. അവിടുത്തെ മഹത്വം കൊണ്ട്, ആ സദസ്സിന്റെ മഹത്വം കൊണ്ട്, ആ തഹ്ലീലിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്തിലാക്കി തീർക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിക്കണം, ഈ മഹാനാകുന്ന ശംസുലമ എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ എഴുന്നേൽക്കുന്നു, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുന്നു. മുസ്ലിം ഉമ്മത്ത് മുഴുവനും ഈ മഹാന്റെ പിന്നിലാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ അടുത്ത ദിവസം പത്രങ്ങൾ എഴുതി, വല്ലാത്ത ആജ്ഞാശക്തിയുള്ള കൈവിരലാണ് ശംസുലമയുടെ കൈവിരൽ എന്ന് എഴുതിയപ്പോ ജനാബി MP അബൂബക്കർ മൗലവി സ്വാഗത സംഘത്തിലെ ഒരു ഭാരവാഹി എന്ന നിലക്ക് അദ്ദേഹം ഈ രംഗം മുഴുവനും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നില്ലേ. അബൂബക്കർ മൗലവി ചിന്തിച്ചു, ശംസുൽ ഉലമയുടെ പിന്നിൽ ഇങ്ങനെ ജനങ്ങൾ അണിനിരക്കുകയാണെങ്കിൽ, ശംസുൽ ഉലമയുടെ പിന്നിൽ ജനങ്ങൾ അണിനിരക്കുകയാണെങ്കിൽ
അതുപോലത്തെ ബിദഈ ആരോപണം കൊണ്ടുവന്നത് നദ്വി സാഹിബിനെ സ്വീകരിച്ചതാണെങ്കിൽ, അവരെ കൈ പിടിച്ചതാണെങ്കിൽ, അവരോട് സംസാരിച്ചതാണെങ്കിൽ, അതൊക്കെ കുഴപ്പമാണെങ്കിൽ ഫസൽ പൂക്കോയ തങ്ങൾക്ക് കുഴപ്പം വരേണ്ടതല്ലേ? ഇനി അതൊക്കെ പോകട്ടെ, മഹാനാകുന്ന CM ബഹുമാനപ്പെട്ട ചെമ്പരിക്ക ഖാദി CM അബ്ദുള്ള മുസ്ലിയാർ, അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, ബഹുമാനപ്പെട്ട CM ഉസ്താദിനോട് പോയി ചോദിച്ചു നോക്കട്ടെ. AP അബൂബക്കർ മൗലവി നേരിട്ട് തന്നെ ബഹുമാനപ്പെട്ട നദ്വി സാഹിബിനെ പോയി കണ്ടിട്ടുള്ളല്ലോ. എന്തിനു കണ്ടു? ഉത്തരേന്ത്യയിൽ അറിയപ്പെട്ട ഈ പണ്ഡിതൻ, ഇന്ത്യ മഹാരാജ്യത്ത് അറിയപ്പെട്ട പണ്ഡിതൻ, വിദേശ രാജ്യത്തുള്ള പണക്കാരാകുന്ന അറബികൾക്കും പണ്ഡിതന്മാർക്കും നന്നായി പരിചയമുള്ള നദ്വി സാഹിബ്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊരു കത്ത് ലഭിച്ചാൽ ആ കത്തുമായി വിദേശത്ത് പോയാൽ തീർച്ചയായും എനിക്ക് മർക്കസിന് വേണ്ടി വലിയ പിരിവ് നടത്താമെന്ന് മനസ്സിലാക്കിയ AP അബൂബക്കർ മൗലവി ശരിക്കും നദ്വി സാഹിബിന്റെ വീട്ടിൽ ചെന്ന് എഴുത്തു വാങ്ങിയിട്ടില്ലേ? അങ്ങനെ എഴുത്തു വാങ്ങി കണ്ടല്ലോ, ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ചല്ലോ, വാങ്ങ വിളിച്ചപ്പോൾ നദ്വി സാഹിബിനെ ഇമാമത്ത് നിർത്തി AP അബൂബക്കർ മൗലവി മഅ്മൂമായി നിസ്കരിച്ചല്ലോ. എന്നിട്ടും AP അബൂബക്കർ മൗലവിക്ക് ഒരു ബിദഈ ബന്ധവുമില്ല. അന്ന് അവർ വാങ്ങിയ കത്തിന്റെ കോപ്പി മർക്കസിന്റെ പുസ്തകത്തിൽ ഇന്നും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ കത്തിന്റെ കോപ്പിയാണിത്. ചോദിക്കട്ടെ, നദ്വി സാഹിബുമായി ബന്ധം ഏപ്പിക്കൊണ്ട് AP-യുടെ മർക്കസിന്റെ പ്രസിഡന്റ് ഫസദൊന്നും കുഴപ്പമാക്കാതെ ശംസുലമ പോയത് മാത്രം എന്തുകൊണ്ട് കുഴപ്പമാക്കി? വിഷയം ശൈഖുനായുടെ പിന്നിൽ മുസ്ലിം ഉമ്മത്ത് ഒരുമിച്ച് നിൽക്കലായിരുന്നു, പ്രശ്നം വേറെ ഒന്നുമല്ല. അപ്പോൾ പിന്നെ അവർ പറയും, ഞങ്ങൾ ആ വിമർശിക്കുന്നത് സമസ്തയുടെ സെക്രട്ടറി എന്നൽക്ക് അദ്ദേഹം പങ്കെടുത്തത് കൊണ്ടാണ്, സമസ്തയുടെ സെക്രട്ടറി എന്നൽക്ക് അദ്ദേഹം പങ്കെടുത്തത് കൊണ്ടാണ് എന്ന് അവർ ന്യായീകരിക്കും. എന്നാൽ AP അബൂബക്കർ മൗലവിയുടെ ചിത്രം നിങ്ങളൊന്ന് പരിശോധിക്കട്ടെ. എന്താ AP അബൂബക്കർ മൗലവിയുടെ അവസ്ഥ? അദ്ദേഹം ഒരു പുതിയ സമസ്ത ഉണ്ടാക്കി. എന്നിട്ട് അദ്ദേഹം എന്തിനാ കുവൈത്തിലേക്ക് വണ്ടി കയറിയത്? എന്തിനാണ്? സ്വാഭാവികമായ സാധാരണ പിരിവ് നടത്താൻ വേണ്ടി മാത്രമാണ്. പക്ഷേ കുവൈത്തിൽ ചെന്ന് പരസ്യമായി അവിടുത്തെ ജനങ്ങളെ സമീപിച്ച് പിരിവ് നടത്തുമ്പോ കുവൈത്തിൽ നിന്ന് പെട്ടെന്ന് കാശ് കിട്ടില്ല. അതുകൊണ്ട് ബിദഈകളുമായി ഒരു രേഖയുണ്ടാക്കിയിട്ട് ആ രേഖയിൽ ഒപ്പിട്ട് കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ വന്നപ്പോഴാണ് ബിദ്അത്തുകാരാകുന്ന ആളുകളെ ഒന്നിച്ചു നിർത്തിയിട്ട് കേരളത്തിലെ മുജാഹിദ്, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി, കേരളത്തിലെ സുന്നി എന്ന് പറയുന്ന AP അബൂബക്കർ മൗലവി, ഇവർ മൂന്ന് പരസ്പരം പൊരുതിയവർ ഐക്യത്തിന്റെ പാതയിൽ എന്ന് പറഞ്ഞ് അവർ ഒന്നിച്ചെന്ന് ഫോട്ടോ പിടിക്കുന്നു. 17 കരാറുകൾ അവർ എഴുതി തയ്യാറാക്കി. എത്രത്തോളം മദ്ഹബിന്റെ പണ്ഡിതന്മാരെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ ആലോചിക്കണം, വിശ്വാസപരമായ ഒരു ചെറിയ തർക്കങ്ങൾ നമുക്കിടയിൽ വന്നാൽ നാം സ്വാലിഹീങ്ങളിലേക്ക് പോകണ്ട, പണ്ഡിതന്മാരിലേക്ക് പോകണ്ട, നാം നേരിട്ട് അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങുക എന്ന് പറഞ്ഞ് നേരത്തെ ബിദ്അത്തിന്റെ അഹ്ലുകാര് ജമാഅത്തും മുജാഹിദും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമസ്ത എപ്പോഴും വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ കാര്യം തന്നെ അതായിരുന്നു. അതിൽ AP അബൂബക്കർ മൗലവി ഒപ്പിട്ട് കൊടുത്തല്ലോ. അദ്ദേഹം സമസ്തയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് ഈ രൂപത്തിൽ ഒപ്പിട്ട് കൊടുത്തത് ഏതടിസ്ഥാനത്തിലായിരുന്നു? ഞങ്ങൾ അദ്ദേഹം മുബത്തദിയാണ് എന്ന് പറയാനല്ല, സുന്നികൾ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഒരു കാര്യം വസ്തുനിഷ്ഠമായി ഈ വിഷയം മനസ്സിലാക്കണം. പരിശുദ്ധനാകുന്ന സമസ്തയുടെ ഉലമാക്കള് ഇന്ന് വരെ ഒരു 10 പൈസക്ക് വേണ്ടി എവിടെയെങ്കിലും പരിശുദ്ധമായ ദീന് പണയപ്പെടുത്തിയ അവസ്ഥ ബഹുമാനപ്പെട്ട ശൈഖുനായുടെ ജീവിതത്തിലുണ്ടോ? ഏതെങ്കിലും ഒരു അറബിയെ കാണുമ്പോ, ഏതെങ്കിലും ഒരു ബിദഈയെ കാണുമ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ നായകന്മാർ ആ ദിവസം പണയപ്പെടുത്തിയ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?